നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഏട്ടമീനും ചക്കക്കുരുവും വെച്ചിട്ട് ഒരു പുളിച്ചാറാണ്. ഇത് ഞങ്ങളുടെ കോട്ടയം സ്റ്റൈലിലുള്ളതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിനൊക്കെ ഒഴിച്ചുകറിയായിട്ട് കൂട്ടാൻ നല്ലതാണ് കേട്ടോ. ഉണക്കയേട്ടയുടെ മുള്ളും തലയുമാണ് നമ്മളിതിനെടുക്കുന്നത്. പിന്നെ മെയിൻ ചേരുവ ചക്കക്കുരുവാണ്. ഒരുപാട് രുചിയുള്ളൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രം മതി ഒരു പറ ചോറുണ്ണാൻ. ഇതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാൻ രണ്ടായിട്ട് പിളർന്നെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, അത് കുറച്ച് ഏറെ വേണം, അതും ഞാൻ കീറി എടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ഒന്നിച്ചായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 4 പച്ചമുളക് മുറിച്ചത്. പിന്നെ മെയിനായിട്ട് ചേരുവ നമ്മുടെ ഏട്ടമീന. ഇത് കഴുകി ഉപ്പൊക്കെ കളഞ്ഞതാണ് കേട്ടോ. മുള്ളും തലയായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് വെച്ചാൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉണക്കമീൻ ചിലപ്പോൾ ഉപ്പുള്ളതാണെങ്കിൽ അതിൻ്റെ കണ്ടിട്ട് വേണം ഇടാൻ. പിന്നെ ഒരു വലിയ കഷ്ണം കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കീറി, അതും ചേർത്ത് കൊടുത്തു. എല്ലാം നമ്മൾ ഒന്ന് ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഇതൊക്കെ മുങ്ങിക്കിടക്കാൻ കണ്ട പാകത്തിനുള്ള വെള്ളം മതി. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. എല്ലാ മസാലയും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് കറക്കി കൊടുക്കണം ചട്ടി. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു 20 മിനിറ്റ് വെന്ത് കിട്ടട്ടെ. അപ്പോഴത്തേക്ക് ഏകദേശം ചക്കക്കുരുവൊക്കെ വെന്തോന്ന് നോക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാവേ. ഇതിൻ്റെ കൂടെ കഴിക്കാനേ ഏറ്റവും ബെസ്റ്റ് പച്ചരിച്ചോറാണ് കേട്ടോ. വെള്ളച്ചോറിൽ ഒഴിച്ച് കഴിക്കാനായി പുളിച്ചാറ് നല്ലത്. ഇതുപോലെ തന്നെ വൻപയർ വെച്ചിട്ടൊക്കെ പുളിച്ചാറുണ്ടാക്കും കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. കറിക്കിപ്പം നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ചിലതിനൊക്കെ വേവ് കൂടി ചക്കക്കുരുവൊക്കെയാണെ നമ്മൾ ആദ്യം പുളി ചേർക്കാതിരുന്നേച്ചാൽ മതി കേട്ടോ. ഒരു പകുതി വേവായി കഴിഞ്ഞ് പുളി ചേർത്ത് വെച്ചാൽ മതി. അപ്പം നല്ല വെന്തുടഞ്ഞ് കിട്ടും. ഈ കുരുവൊക്കെ വെന്തുടഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളേ. ഇപ്പം കറിയൊക്കെ നല്ല പറ്റി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താളിപ്പാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ എണ്ണ ചേർത്തിട്ടേ ഇല്ലായിരുന്നല്ലോ. നന്നായി എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കണം. അതൊക്കെ കുറച്ചളവിൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും, ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില. പിന്നെ കറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 പിഞ്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് 2 ഒടിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. ഇനി നല്ലോണം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുത്താൽ മതിയേ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ പുളിച്ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ കുഞ്ഞ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുകയല്ലേ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇനി വേറൊരു വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.